ഫൈബ്രോയിഡ്സ്, യൂട്രസ് റിമൂവൽ, ഇതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര കോമൺ ആവുന്നത്? ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ ഐ ഹാവ് 2 എക്സ്പേർട്സ് ഇൻ ആരോഗ്യം ടുഡേ. കിൻഡർ ഹോസ്പിറ്റൽ ചേർത്തലയിൽ നിന്നും 2 ഡോക്ടേഴ്സാണ്, ഡോക്ടർ ജീവൻ ആൻഡ് ഡോക്ടർ നീന. ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജൻസ് ആണ് രണ്ടാളും ഫ്രം കിൻഡർ ഹോസ്പിറ്റൽ. അപ്പോൾ ഡോക്ടർ ജീവൻ ആൻഡ് ഡോക്ടർ നീന, വെൽക്കം ടു ആരോഗ്യം. താങ്ക് യു. ഹായ് മഞ്ജു. ഈ പറഞ്ഞ മാതിരി ഒരു ഗൈനക്കോളജിസ്റ്റ് എന്താണ് ചെയ്യാന്നുള്ളത് വി ഹാവ് എൻ ഐഡിയ. ഈ ഗൈനക്കോളജിസ്റ്റും ഒരു ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജനും തമ്മിൽ എന്താ വ്യത്യാസം? Gynec laparoscopic surgeon does laparoscopic surgeries. അങ്ങനെ അത്ര ടെക്നിക്കൽ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിട്ട് വരും. കീ ഹോൾ സർജറി ചെയ്യുന്നു നമ്മൾ. അതായത് ഗൈനക് റിലേറ്റഡ് കീ ഹോൾ സർജറീസ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഗൈനക്കോളജിസ്റ്റും നിങ്ങൾ തന്നെയാണ്. ബേസിക്കലി വി ആർ ഗൈനക്കോളജിസ്റ്റ്, but we do keyhole surgeries. സ്പെഷ്യലൈസ്ഡ് ഇതിലാണ് In keyhole, yeah. അല്ലേ? But we do the other surgeries also. We are trained in open surgeries also. ആണോ? കൺവെൻഷനലി എല്ലാം പണ്ട് ഓപ്പൺ സർജറീസ് ആയിരുന്നല്ലോ. അതെ. പക്ഷെ ഇപ്പോൾ ഗൈനക് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഓൾ കണ്ടീഷൻസ് നമുക്ക് ലാപ്രോസ്കോപ്പിക്കലി മാനേജ് ചെയ്യാൻ പറ്റും. ഓപ്പൺ സർജറി ബേസിക്കലി വി ആർ മൂവിങ് ഫ്രം ഓപ്പൺ ടു ലാപ്രോസ്കോപ്പി നൗ. ഓൾമോസ്റ്റ് ഓൾ സർജറീസ് ആർ ഡൺ ബൈ കീ ഹോൾ. ഇപ്പോൾ കോൺട്രാൻഡിക്കേഷനുള്ള കേസുകളുണ്ട്, മാലിഗ്നൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതും റോബോട്ടിക് ചെയ്യുന്നവരുണ്ട്. അല്ലാണ്ട് ലാപ്രോസ്കോപ്പി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ചിലർ ഓപ്പൺ തന്നെ വേണമെന്ന് പറയുന്നവരുണ്ട്. That depends on the oncosurgeon. അങ്ങനെ ഓപ്പൺ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ടോ? Patients do come and oncosurgeons they prefer mostly open surgeries. Oncosurgeons. പേഷ്യൻസ് ഇപ്പോൾ സം പീപ്പിൾ ആർ നോട്ട് അവെയർ. ചിലർക്ക് വിചാരം കീ ഹോൾ എന്ന് വെച്ചാൽ ചെറിയ ഹോളിൽ കൂടെ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ സംശയങ്ങളുള്ളവരുണ്ട്. അങ്ങനെയാണ് അവർ. പക്ഷേ ബേസിക്കലി ഇപ്പോൾ ഒത്തിരി ഇത്ര വലിയ ഫൈബ്രോയിഡ്സ് 10-15 സെൻറ്റിമീറ്ററുള്ള ഫൈബ്രോയിഡ് വരെ നമുക്ക് കീ ഹോളിൽ കൂടെ തന്നെ റിമൂവ് ചെയ്യാം. അപ്പം അത് അവെയർനെസ് അത്രയ്ക്ക് ആയിട്ടില്ല ഇപ്പോഴും ആൾക്കാർക്ക്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പ്രിഫറൻസ്. പലരും കേൾക്കുമല്ലോ പലയിടത്തുനിന്ന്. അത് മാത്രമല്ല, ഈ പലരും ചെറിയ ഹോളിൽ കൂടി ഇത് എങ്ങനെ എടുക്കും, അതാണ് അവരുടെ മെയിൻ ഇതിന്റെ ഒരു ടെക്നിക്കാലിറ്റി അറിയാത്തതുകൊണ്ട്. അപ്പൊ ഇത് മുഴുവൻ ചിലപ്പോൾ എടുക്കില്ല എന്നുള്ള ഒരു ചിന്താഗതി ചിലർക്കുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ അത് മാറുള്ളൂ. ഡോക്ടേഴ്സ് വരെ ചിലപ്പോൾ ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എല്ലാ ലാപ്പിൽ ഓൾമോസ്റ്റ് ചെയ്യാം. പക്ഷെ ചില ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ഇടയിലും ചിലപ്പോൾ അങ്ങനെ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവാം. ചിലർക്കുണ്ടാവും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഡൗട്ട് വരുന്നതിൽ തെറ്റു പറയാം. ലാപ്രോസ്കോപ്പിയുടെ തുടങ്ങിയ കാലം ലൈക്ക് ഏർലി 90s ആ സമയത്ത് പലർക്കും ഭയങ്കര സംശയമായിരുന്നു, ഹിസ്റ്ററെക്ടമിയൊക്കെ ഇതിലേക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് തുടങ്ങിയുടെ കാലങ്ങളിൽ. അപ്പോൾ തുടങ്ങി വരുമ്പോൾ ഭയങ്കര സംശയങ്ങളുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെയാണ്. സീനിയേഴ്സും പലപ്പോഴും പറഞ്ഞിട്ട് മൊത്തം ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ രണ്ടാമത് തുറക്കേണ്ടി വരും. പക്ഷേ എല്ലാ കേസും നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞ് പേഷ്യനോട് പറയാറില്ല. പലപ്പോഴും ചില സമയത്ത് വി മൈറ്റ് ഹാവ് ടു ഓപ്പൺ ഇൻ കേസസ്. കോംപ്ലിക്കേഷൻ നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ മാത്രമേ അറിയൂ. മനസ്സിലായി. ഓക്കെ. ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈ ഫൈബ്രോയിഡ്, യൂട്രസ് റിമൂവൽ എന്നൊക്കെ ഒരു 10 വർഷം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ റെയറായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരാളുടെ യൂട്രസ് എടുത്തുള്ളത് നല്ല പ്രായമായ ആളുകൾക്കാണ് യൂട്രസ് റിമൂവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ട്, പ്രശ്നമുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഫൈബ്രോയിഡൊക്കെ വളരെ കോമൺ ആണ്. ഐ ഹാവ് ഫൈബ്രോയിഡ്സ് എന്ന് സാധാരണ പെൺകുട്ടികൾ വരെ പറയുന്ന ഒരവസ്ഥയുണ്ട്. വൈ ഈസ് ഇറ്റ് സോ കോമൺ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഹാവ് ഇംപ്രൂവ്ഡ്. ഇറ്റ്സ് നോട്ട് ബേസിക്കലി ഇറ്റ്സ് കൂടിയെന്നുള്ളതല്ല, നമ്മളത് കൂടുതൽ കണ്ടുപിടിക്കുമെന്നുള്ളതായിരിക്കും. ബിക്കോസ് ഇപ്പോൾ പണ്ടുള്ള പോലത്തെ തന്നെ ആയിരിക്കാം നമ്പർ ഓഫ് ഫൈബ്രോയിഡ്സ്. പക്ഷേ നമ്മളിപ്പോൾ കൂടുതൽ അൾട്രാസൗണ്ട്, MRI അതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ പല കാര്യങ്ങൾക്കും പെട്ടെന്ന് പോയി ഒരു സ്കാൻ അവൈലബിൾ. അപ്പോൾ അത് കാണുമ്പോൾ ആ സ്കാനിങ്ങിലൊരു ഫൈബ്രോയിഡ് പിക്കപ്പ് ആവാം. അപ്പോൾ ഷീ ഹാസ് എ ഫൈബ്രോയിഡ് എന്നുള്ള ലേബലാണ്. പക്ഷേ ആ ഫൈബ്രോയിഡ് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ, അത് ട്രീറ്റ് ചെയ്യേണ്ടതാണോ എന്നൊക്കെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ കൂടുതൽ പിക്കപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഉണ്ട്, അത് മാത്രമല്ല മേ ബി ഒരു സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ചാൻസ് ഇപ്പോൾ ലേഡീസിനുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടൊക്കെ ഹോർമോൺസിൽ ചെറിയ വേരിയേഷൻസ് ലേഡീസിന് വരുന്നുണ്ട്. ലൈക്ക് ഏർലി മെനാർക്കി, കുട്ടികൾ നേരത്തെ പീരിയഡ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഡിലേഡ് ആയിട്ടായിരിക്കും കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഹോർമോൺസ്, ഇപ്പോൾ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൊണ്ടാണ് ഫൈബ്രോയിഡ്സ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ദേ ഹാവ് എ ലോങ്ങർ എക്സ്പോഷർ. ഇപ്പോൾ പ്രഗ്നൻസി, ചൈൽഡ് ബെയറിങ് ഒക്കെ ഈ ഈസ്ട്രജൻ ഹോർമോണിനെ കുറയ്ക്കുന്നു കുറച്ച് നാളത്തേക്ക്.
ഇപ്പോൾ ഡിലേഡ് ആയിട്ട് കൺസീവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈസ്ട്രോജൻ എക്സ്പോഷർ കൂടുതലാണ്. അപ്പോൾ ദർ ഇസ് എ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചാൻസ്. പിന്നെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ ഒരു അത് അങ്ങനെയുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെയായി. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും ഒബീസിറ്റി അതൊക്കെ കുറച്ച് ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻസും വരുത്താം. ഇപ്പോൾ ഈസ്ട്രോജൻ എക്സ്പോഷർ അങ്ങനെ കൂടാം. അപ്പോൾ സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഇപ്പോൾ കൂടുതൽ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിലും മെയിൻലി സാർ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇറ്റ് ഇസ് വി ആർ പിക്കിംഗ് അപ്പ് മോർ ഫൈബ്രോയിഡ്സ്. കൂടുതൽ ഫൈബ്രോയിഡ്സ് പിക്കപ്പ് ആവാണ്. പണ്ട് സർജറിയുടെ ചെയ്യുമ്പോൾ പേഷ്യൻസ് അറിയുന്നില്ല എന്തിനു ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും അന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആരെങ്കിലും അറിഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ആരും ഇതിനെപ്പറ്റി ഫൈബ്രോയിഡ് ആയിരുന്നു, എന്തിനാണ് സർജറി ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഡോണ്ട് നോ. യൂട്രസ് എടുത്തു, why it was done എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ nobody knows the answer. ആക്ച്വലി മഞ്ജു ഈ ഹിസ്റ്റക്ടമി എന്നൊക്കെ പറയുന്ന സർജറി ഉണ്ടല്ലോ, ഫൈബ്രോയിഡിനായാലും ബ്ലീഡിങ് റിമൂവൽ അങ്ങനത്തെ സർജറീസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി കുറവെന്നാണ് പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരു ബ്ലീഡിങ്ങോ ഒരു ചെറിയ ഫൈബ്രോയിഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അധികം ഉണ്ടായില്ല. ഇറ്റ് വാസ് ജസ്റ്റ് സർജറി. ഇപ്പോൾ വളരെ യങ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പോലും we just have take out the uterus. ഇപ്പോൾ ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യുക അങ്ങനത്തെ ഓപ്ഷൻസോ മെഡിക്കൽ ഓപ്ഷൻസോ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസോ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പഴയ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ 35 ഇയേഴ്സിൽ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തവരുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ദേ ഹാവ് നോ അതർ ഓപ്ഷൻസ്. ഇപ്പോൾ ഈ പറഞ്ഞ ബ്ലീഡിങ്ങിനോ ഫൈബ്രോയിഡ്സിനൊക്കെ വി ഹാവ് ഓൾട്ടർനേറ്റീവ്സ്. അതെ, നമ്മളിപ്പോൾ റിയലി ഇൻഡിക്കേറ്റഡ് ഇതുകൊണ്ടൊന്ന് മാറിയില്ലെങ്കിൽ മാത്രമേ വി ഷുഡ് ബി ഡൂയിങ് എ സർജറി. അങ്ങനെ സോ മനസ്സിലായി. സർജറി അപ്പോൾ കമ്പാരിറ്റീവ്ലി പറഞ്ഞു വരുമ്പോൾ അപ്പോൾ യൂട്രസ് റിമൂവൽ എന്ന് പറയുന്നത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ കുറവാണ്. ഇൻഡിക്കേഷൻസ് കൂടിയിട്ടുണ്ട്. ഇൻഡിക്കേഷൻ കൂടിയിരുന്ന സമയത്ത് വെച്ചാൽ പേഷ്യൻസിന് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ബ്ലീഡിങ് കൊടുത്തു, നമ്മൾ മരുന്ന് ആദ്യം കൺസർവേറ്റീവ് ലൈൻ കൊടുത്തു. ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് മില്ലോട്ട് പോകും. പണ്ട് അങ്ങനെ അത്രയും വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. മെഡിസിൻസ് നോട്ട് ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ചെയ്യും, ബ്ലീഡിങ് വരുന്നു, അനീമിയ വരുന്നു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ലൈഫ് സേവിങ് പോലെയാണ് ഹിസ്റ്റക്ടമി. ഇപ്പോൾ പക്ഷേ there are so many other options. ഇപ്പോൾ ബ്ലീഡിങ് കുറയ്ക്കാനുള്ളതും അനീമിയ കറക്റ്റ് ചെയ്യാനുള്ളതൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഇൻഡിക്കേഷൻസ് കുറഞ്ഞു, പക്ഷേ സ്റ്റിൽ വി ഹാവ് ടു ഡു ഇറ്റ് ഫോർ ശരിക്കും നീഡഡ് ആയിട്ടുള്ള കേസിന് ചെയ്യാനാ വേണം. മനസ്സിലായി. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ റാൻഡം ആയിട്ട് ഒരുപാട് റീസൺസ് പറഞ്ഞു ഫൈബ്രോയിഡ്സ് എന്തുകൊണ്ടാണ് ഒരാളുടെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത്. ക്രിസ്പായിട്ട്, അതായത് വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് പറയാണ് ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ളത് എങ്കിൽ എന്തൊക്കെയായിരിക്കും അത്? ആണോ? ഒരു ജനറ്റിക് കോമ്പണന്റ് ആണ് മെയിൻലി പറയാം. അതായത് ഇഫ് യുവർ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ there are higher chances. Exactly what are the genes involved എന്നുള്ളത് it is not well known, അത്ര അറിയില്ല. പക്ഷേ ഇറ്റ് ഹാസ് എ സ്ട്രോങ് ജനറ്റിക് കോമ്പണന്റ്. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഈസ്ട്രോജൻ എക്സ്പോഷർ കൂടുതലുള്ള, ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ഏർലി മെനാർക്കി, ഡിലേഡ് മെനോപോസ് ഒക്കെ ലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചൈൽഡ് ബെയറിംഗ് ലേറ്റ് ആവുന്നവർ, കുട്ടികളില്ലാത്തവർ, ബ്രസ്റ്റ് ഫീഡിങ് കുറയുമ്പോഴൊക്കെ ഈസ്ട്രോജൻ എക്സ്പോഷർ, അതാണ് സെക്കൻഡ് റീസൺ. പിന്നെ പറഞ്ഞ പോലെ സ്ട്രെസ് റിലേറ്റഡ് ലൈഫ് സ്റ്റൈൽ, ഒബിസിറ്റി, അങ്ങനത്തെ റീസൺസ് ഉണ്ട്. മെയിൻലി ഒരു ജനറ്റിക് ആണ് പറയുന്നത്. നമ്മൾ തമാശയ്ക്ക് പറയുമായിരുന്നു നമ്മുടെ നാട്ടിൽ ന്യൂക്ലിയർ ഫാമിലി ആയതോടുകൂടിയാണ് ഫൈബ്രോയിഡ്സിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങിയത്. ബട്ട് ദാറ്റ്സ് നോട്ട് വെരി ട്രൂ. ഈവൻ ഇൻ സൗത്ത് ഈസ്റ്റ് ദേ സേ എവറി ഇയർ ദേ ഡെലിവർ ദ ബട്ട് സ്റ്റിൽ ദേ ഹാവ് ഫൈബ്രോയിഡ്സ്. Yeah, that is also true. So you can't really pinpoint something. Genetic etiologies ഇപ്പോൾ ചില കമ്മ്യൂണിറ്റീസിൽ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ചില കൺട്രീസിൽ കൂടുതലാണ്. ചില ഫാമിലീസിൽ ഇഫ് മൈ മദർ ഇസ് ഹാവിങ് എ ഫൈബ്രോയിഡ് ഐ എം മോർ ലൈക്ലി ടു ഹാവ് വൺ, അങ്ങനെ പറയും. അതെ, മനസ്സിലായി. അപ്പോൾ ഈ പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ എന്നാണല്ലോ നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് നമ്മളെല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഫാമിലിയിൽ ഒരാൾക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാരൻറ്റിന്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മൂമ്മയ്ക്ക് ആർക്കെങ്കിലും ഒക്കെ ഫൈബ്രോയിഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ജനറേഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ടു അവോയ്ഡ് ദാറ്റ്? എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിറ്റക്ഷൻ ഇല്ല. കണ്ടുപിടിക്കാൻ ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രിവെന്റീവ് ആയിട്ട് ജനറൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറയാൻ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് റെഗുലർ ജനറലി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ഷുഡ് ബി അഡിക്വേറ്റ് എക്സസൈസ്, മെയിൻറ്റെയിൻ ഓപ്റ്റിമം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം, അതൊക്കെ ചെയ്യാം. അതെ, അതെല്ലാം ഇറ്റ് വിൽ ഹെൽപ്പ്. ജനറലി അല്ലോ, ബട്ട് ടു പ്രിവെൻറ്റ് ഫൈബ്രോയിഡ്സ് ആസ് സച്ച് നമുക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് കണ്ടുപിടിക്കലും വി ഡോണ്ട് ഹാവ് ടു ലുക്ക് ഫോർ ഇറ്റ്.
നമുക്കിപ്പോൾ ഫൈബ്രോയിഡ് കണ്ടുപിടിച്ചതിന് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് symptom വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുക. സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ കണ്ടുപിടിക്കുക, ട്രീറ്റ് ചെയ്യുക. അതൊരു കുഴപ്പം ഉണ്ടാക്കണില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഹണ്ട് ഫോർ ഇറ്റ്. മനസ്സിലായി? ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല വെച്ചാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർക്ക് ലോങ് ടേം ആയിട്ട് അറിയാണ്ടിരുന്നതിന് അതുപോലെ ചേഞ്ചസ് ഒക്കെ വരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിലർക്ക് ബ്ലീഡിങ് വന്നാലും ചിലർ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. യു ഷുഡ് പിന്നെ ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ് ഒരു മുഴ, ഇറ്റ്സ് എ ലംപ്, ഒരു മുഴയാണ് അത്. പിന്നെ ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചസ് വരുമെന്നൊക്കെയാണ് പിന്നെ ചിലവരുടെ ഡൗട്ട് വരിക. അതും വളരെ റെയറാണ്. അതിന് വേണ്ടി നമ്മൾ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്ന് വെച്ചിട്ട് ചില മുഴകൾ നമ്മൾ എടുക്കും. പക്ഷേ ഫൈബ്രോയിഡ്സ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതല്ല യൂഷ്വലി. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട്. ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ക്യാൻസറസ് ചേഞ്ചസ് പിന്നെ ഉണ്ടാവും. ലൈക്ക് മെനോപോസ് കഴിഞ്ഞിട്ട് ലേറ്റർ ഇപ്പോൾ 50 years പ്ലസ്സിൽ പുതിയൊരു ഫൈബ്രോയിഡ് നമ്മൾ കണ്ടുപിടിച്ചു. പ്രീവിയസ്ലി ഉണ്ടായിരുന്നില്ല. അത് കുറച്ചുകൂടി ചാൻസസ് കൂടുതലാണ് അത് ക്യാൻസറസ് ആവാൻ. പിന്നെ റാപ്പിഡ്ലി ഗ്രോയിങ്, പെട്ടെന്ന് വളരുന്ന ഒരു ഫൈബ്രോയിഡ് കണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു, ഇറ്റ്സ് ഗ്രോയിങ് വെരി റാപ്പിഡ്ലി. അതും ചാൻസസ് കൂടുതലാണ് ക്യാൻസറസ് ചേഞ്ചസ് ഒക്കെ. ഓക്കെ, സിംറ്റംസ് വന്നാലാണ്, അതായത് നമ്മുടെ ശരീരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഫൈബ്രോയിഡിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? യു ഹാവ് ഫൈബ്രോയിഡ്സ് ഇൻസൈഡ് എന്ന് പറയുന്ന ശരീരം പറയുന്ന ലക്ഷണങ്ങൾ. ഇറഗുലർ ബ്ലീഡിംഗ് ഉണ്ടാവും, എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാവും, ഇറഗുലർ പീരിയഡ്സ്, എക്സസീവ് ബ്ലീഡിംഗ്, ഹെവി ബ്ലീഡിംഗ്, ക്ലോട്ട്സ് ഉണ്ടാവും, ചിലർക്ക് പെയിൻ കൂടുതലുണ്ടാവും. പക്ഷെ പെയിൻഫുൾ പീരിയഡ്സ് ഒക്കെ ഭയങ്കര പെയിൻഫുൾ പീരിയഡ്സ് വിത്ത് ക്ലോട്ട്സ്, when passing history of passing clots ഉണ്ട്, ബ്ലീഡിംഗ് എക്സസീവ് മോർ ദാൻ 7 days ഒക്കെ ഉണ്ട്, ആൻഡ് വെരി ഹെവി, അങ്ങനെയുള്ളവർ ദേ ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ്. പെയിൻഫുൾ പീരിയഡ്സ് കോമൺ ആണ്. പക്ഷേ സംബഡി ഹു ഹാസ് എ നോർമൽ പെയിൻഫുൾ അല്ലാത്ത പീരിയഡ്സ് ഉള്ളവരുണ്ട്. സം പീപ്പിൾ ഹാവ്, ഇഫ് സംബഡി ഈസ് ഹാവിങ് പെയിൻ ഇല്ലാത്ത നോർമൽ പീരിയഡ്സ് ആണ്, പിന്നീട് ഒരു പെയിൻഫുൾ ആവുകയാണ്, അതൊരു റെഡ് സിഗ്നൽ ആണ്. That you should be cautious. അതുവരെ you are used to painless normal periods. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പെയിൻ വരികയാണെങ്കിൽ അതൊരു റെഡ് സിഗ്നൽ, you have to investigate that. ചില ഫൈബ്രോയിഡ്സ് will not give you any symptom. അങ്ങനെയുണ്ട്. It will become very big. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി വയറിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് മാത്രമേ അവർക്ക് തോന്നുള്ളൂ. They have no bleeding complaints, ഒന്നും ഇല്ലാണ്ട് കൈവച്ച് നോക്കുമ്പോൾ it will be a fibroid, large fibroid. അപ്പോഴാണ് അവർ അന്വേഷിക്കുന്നത്, എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ചിലപ്പോൾ അവർ വിചാരിക്കും ഒരു വണ്ണം വെക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഇതൊരു മുഴയാണ്. അങ്ങനെ പേഷ്യൻസ് വരാറുണ്ട്. അങ്ങനെയാണ് വളരെ വലിയ ഫൈബ്രോയിഡ്സ് ആവുക. യൂഷ്വലി ഒരു 5-6 centimeter ഒക്കെയാണ് ഫൈബ്രോയിഡ്. നമ്മൾ ചിലപ്പോൾ 15 centimeter ഫൈബ്രോയിഡ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അത് യൂഷ്വലി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സബ് സീറസ് യൂട്രസിന് പുറമേക്ക് വളരുന്ന ഫൈബ്രോയിഡ് ആയിരിക്കും. അപ്പോൾ അത് സിംറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല, ഈവൻ പ്രഷർ സിംറ്റംസ് ഇല്ല. ഫൈബ്രോയിഡ്സ് 3 ലെവലിലായിട്ട് വരിക. ഒന്ന് യൂട്രസിൻ്റെ ബോഡിയുടെ പുറത്തേക്ക് വളരുന്നത്, ഒന്ന് യൂട്രസിൻ്റെ മസിലിൻ്റെ അകത്ത്. ഈ മസിലിൻ്റെ അകത്തിരിക്കുന്നത് 2 സൈഡിലേക്കും വളരാം. either you can grow outside or you can grow inside. Some fibroids grow from inside, that we call it submucous. ഈ കാവിറ്റിക്ക് അകത്തോട്ട് വരുന്ന ഫൈബ്രോയിഡ്സ് ആണ് യൂഷ്വലി ബ്ലീഡിങ് സിംറ്റംസ് ഉണ്ടാക്കുക. അതാണ് പെട്ടെന്ന് ഡിറ്റക്ട് അതിനാണ് കൂടുതൽ എവിഡന്റ് ആയിട്ട് സിംറ്റംസ് ഉണ്ടാവുക. മറ്റേതിന് ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ മസ്കുലർ വാൾ ഫൈബ്രോസിസ് ഉണ്ടാവും, അഡിനോമൈസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ദാറ്റ് ഓൾസോ മൈറ്റ് ബി വിത്ത് ഇറ്റ്. ദാറ്റ് ഓൾസോ വിൽ കോസ് ബ്ലീഡിങ്. അവർക്ക് പക്ഷേ റെഗുലർ ബ്ലീഡിങ് ഉണ്ടാവാം, എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാം, പെയിൻഫുൾ ബ്ലീഡിങ് ഉണ്ടാവാം. ചിലർക്ക് പെയിൻ ഉണ്ടാവാറില്ല, പക്ഷേ ബ്ലീഡിങ് വിൽ ബി ദർ വിത്ത് ഹിസ്റ്ററി ഓഫ് പാസിംഗ് ക്ലോട്ട്സ്. അപ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് ഒരാളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുക? അതായത് ഇപ്പോൾ ചിലർ പറയുമല്ലോ ഫൈബ്രോയിഡ് ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയും. ചിലർ പറയല്ല ഫൈബ്രോയിഡ് ഉണ്ട്, അത് റിമൂവ് ചെയ്ത് കളയണം, സർജറി വേണം എന്ന്. ചിലത് ഭയങ്കര സീരിയസ് ആവും, ചിലത് ഈ പറഞ്ഞ മാതിരി ഒരാൾക്ക് ഉണ്ട് അത്രേ ഉള്ളൂ എന്ന് പറയും. അതെങ്ങനെയാണ് തീരുമാനിക്കുക? അത് ബേസിക്കലി സിംറ്റംസ് ഉണ്ടോ ഇല്ലയോ, എവിടെയാണ് ലൊക്കേഷൻ, എവിടെയാണെന്നൊക്കെ അനുസരിച്ച്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 50% അബവ് ഫൈബ്രോയിഡ്സ് സിംറ്റംസ് ഇല്ല. നമ്മൾ അതർവൈസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അത് ഒരു റീസണബിൾ സൈസാണ്, ഒരു ലെസ് ദാൻ 5 centimeter ഒക്കെയാണ് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വി ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അത് ബോദർ ചെയ്യേണ്ട, അതോടെ ഉണ്ട്. ഇറ്റ്സ് അൺലൈക്ലി ടു കോസ് യുവർ പ്രോബ്ലം. അപ്പോൾ ഒന്നും ചെയ്യേണ്ട. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഫോളോ അപ്പ് പറയും, ഒരു നെക്സ്റ്റ് ഇയർ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കോളൂ. യൂഷ്വലി ഒരു 1 centimeter per year ഒക്കെയാണ് ഫൈബ്രോയിഡ്സ് വലുതാവുക. Better we do a myomectomy and then ask them to continue. Because we don't know how it will react. Because it can undergo degeneration. അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ഫൈബ്രോയിഡ് കണ്ടുപിടിച്ചാൽ കൺസീവ് ചെയ്യാൻ പ്ലാൻ ഉള്ള ആളാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറയും അല്ലേ? അത് ഒരു 3 to 4 centimeters കൂടുതലുണ്ട് ആണെങ്കിൽ മാത്രം തീരെ ചെറുതൊന്നും ചെയ്യണമെന്നില്ല. ബിക്കോസ് നമ്മളൊരു അൺനെസസറി സ്കാർ ഉണ്ടാക്കുകയാണ് അവിടെ. നമ്മളൊരു പ്രഗ്നൻ്റ് ആവാനുള്ള യൂട്രസിൽ സ്കാർ ഉണ്ടാക്കുമ്പോൾ അത് പ്രഗ്നൻസിയിൽ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അൺനെസസറി ആയിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് 5 centimeter or more ജനറലി എല്ലാവരും പറയും എടുക്കാം എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സ്യൽ തിങ് ആണ്. ബട്ട് ബെറ്റർ ടു റിമൂവ് മോർ ദൻ 5 centimeter.